സ്നേഹവന്ദനം. വീണ്ടും പ്രഭാതം, വീണ്ടും പ്രകാശം, വീണ്ടും പ്രതീക്ഷ. മറിയമാവുന്ന സ്നേഹപ്രകാശത്തെ വട്ടം ചുറ്റി ദൈവനാമത്തെ വാഴ്ത്തി സ്തുതിക്കാൻ നാം തുടങ്ങിയിട്ട് കാലങ്ങളായി. മടുക്കാതെ, മനസ്സ് മരവിക്കാതെ ഈ സ്നേഹയാത്ര മുന്നോട്ട് കൊണ്ടുപോയത് ദൈവിക ആത്മാവായ പരിശുദ്ധാത്മാവാണ്. എന്തിന് 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 ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ നീ മറിയത്തിൻ്റെ നിഴൽ വിട്ടു പോകണം? എന്തിന് കൺമുമ്പിൽ വെയിലത്തൊരു തണൽമരം കണ്ടാൽ പിന്നെ വെയിലത്ത് വാടി വീഴണം? മറിയം നിനക്ക് സ്നേഹമരമാണ്, സ്നേഹത്തണലാണ്. എന്തിനീ ജീവിത മരുഭൂവിതിൽ മറിയമാം തണൽ വിട്ടു പോകണം നീ? എന്തിനീ ജീവിത മരുഭൂവതിൽ മറിയമാം തണൽ വിട്ടു പോകണം നീ? വെയിലത്തു തണൽ മരം കണ്ടെത്തുകിൽ വെറുതെ വെയിൽ കൊണ്ടു വീഴണമോ? വെയിലത്തു തണൽ മരം കണ്ടെത്തുകിൽ വെറുതെ വെയിൽ കൊണ്ടു വീഴണമോ? എന്തിനീ ജീവിത മരുഭൂവതിൽ മറിയമാം തണൽ വിട്ടു പോകണം നീ? വെയിലത്തു തണൽ മരം കണ്ടെത്തുകിൽ വെറുതെ വെയിൽ കൊണ്ടു വീഴണോ നീ? വെയിലത്തു തണൽ മരം കണ്ടെത്തുകിൽ വെറുതെ വെയിൽ കൊണ്ടു വാടണോ നീ? ശരിക്കും ഇതൊരു എക്സിസ്റ്റൻഷ്യൽ ചോദ്യമാണ്. മനുഷ്യ, സിയോൻ്റെ യാത്രയിൽ വെയിലേറ്റ് ഭാരമേറ്റ് തകർന്ന് നീ മുന്നോട്ട് പോകുമ്പം തണൽമരമായി ദൈവം നാട്ടിയ ഈ സ്നേഹമരം, മറിയമെന്ന മരമുള്ളപ്പോൾ നീ എന്തിനാണ് മനഃപൂർവ്വം ഈ സ്നേഹമരത്തിൻ്റെ തണൽ വേണ്ട എന്ന് വെക്കുന്നത്, വേണ്ട എന്ന് വെക്കുന്നത്? സ്വർഗം നാട്ടിയ, സ്വർഗം വളർത്തിയ ഈ മഹാതണൽ മരത്തിൻ്റെ കീഴെ നിന്ന്, താഴെ നിന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയാൽ അതെത്ര മനോഹരമാണ്. എന്തിനീ ജീവിത മരുഭൂവതിൽ മറിയമാം തണൽ വിട്ടു പോകണം നീ? വെയിലത്തു തണൽ മരം കണ്ടെത്തുകിൽ വെറുതെ വെയിൽ കൊണ്ടു വാടണോ നീ? ഈ ചോദ്യം ഈ പ്രഭാതത്തിൽ, ഇന്ന് ദിവസം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പം മറിയം ആരാണെന്ന് ദൈവാത്മാവ് നിൻ്റെ മനസ്സിൽ പറഞ്ഞു തരും. വെയിലത്തു തണൽ മരം കണ്ടെത്തുകിൽ വെറുതെ വെയിൽ കൊണ്ടു വാടണോ നീ? ഈ എക്സിസ്റ്റൻഷ്യൽ ചോദ്യം സ്വന്തം ചങ്കിനോട് വീണ്ടും 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 ചോദിച്ചുകൊണ്ട് നാം ഇന്ന് വീണ്ടും കൂടിച്ചേരുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വം. മറിയമേ, നിന്നെ തന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. അമ്മ കന്യ മറിയം ഉണ്ണിക്കുരുന്നനെ ആട്ടുതൊട്ടിലിൽ കിടത്തിയിരിക്കുകയാണ്. ഞാങ്ങണ കൊണ്ട് ഉണ്ടാക്കിയ അതിമനോഹരമായ ഒരു ആട്ടുതൊട്ടിൽ. ആര് കണ്ടാലും മോഹിക്കുന്ന ഒരു സുവർണ്ണ പേടകം. യൗസേപ്പ് പിതാവും അയൽക്കാരനായ ഗമാലിയേലും ചേർന്നുണ്ടാക്കിയതാണ്. ഉണ്ണിയെ ആ ആട്ടുതൊട്ടിലിൽ കിടത്തി അമ്മ പാടി പാടി ഉറക്കും. ആ താരാട്ട് പാട്ട് കേട്ട് ഉണ്ണി ഉറങ്ങും. ഇടയ്ക്കൊക്കെ ഒന്ന് ഞെട്ടിക്കരയും. അമ്മ അപ്പോൾ ഓടിയെത്തും. അമ്മയുടെ മനസ്സിൻ്റെ പേടകം മുഴുവൻ ഉണ്ണിയാണ്. അവളുടെ മനസ്സിൻ്റെ സുവർണ്ണ പേടകം നിറയെ ഉണ്ണിയുടെ സ്നേഹമാണ്. ഉണ്ണിയില്ലാത്തൊരു ചിന്തയില്ല, ഉണ്ണിയില്ലാത്തൊരു നടപ്പില്ല, ഉണ്ണിയില്ലാത്തൊരു പോക്കില്ല, ഉണ്ണിയില്ലാത്തൊരു പാട്ടില്ല, ഉണ്ണിയില്ലാത്ത ജീവിതമില്ല. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴുമെല്ലാം അമ്മ കന്യകയുടെ മനസ്സിൽ ഉണ്ണിയുടെ നിറഞ്ഞ പുഞ്ചിരി ഇങ്ങനെ നിൽക്കുകയാണ്, സ്നേഹനിലാ വെളിച്ചം പോലെ. ഉണ്ണി ഉണ്ണി ഉണ്ണി, നീയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്ര നിരർത്ഥകമാകുമായിരുന്നു. ഉണ്ണിക്കുരുന്നേ, എൻ്റെ വാത്സല്യ പൂങ്കുരുന്നേ, കുസൃതിക്കുട്ട. അമ്മ മാറി മാറി ഉണ്ണിയെ വിളിക്കും. മണിമുത്തേ, വാവക്കുട്ട, മാറി മാറി വിളിച്ച് പാടിപ്പാടി ഉണ്ണിയെ ഉറക്കും. ഉണ്ണി അതെല്ലാം കേട്ടിരിക്കും. ആകാശ നക്ഷത്രങ്ങളെ നോക്കുന്ന ഒരു കുഞ്ഞിൻ്റെ വിസ്മയത്തോടെ അമ്മയുടെ കണ്ണുകളിൽ സ്നേഹനിലാവെളിച്ചം ഉണ്ണി കാണുമായിരുന്നു. അമ്മേ 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 എന്ന് വിളിക്കുന്നില്ലെങ്കിലും അവൻ്റെ ചുണ്ട് മന്ത്രിക്കുമായിരുന്നു. അമ്മേ, എനിക്ക് നീയാണെല്ലാം. അമ്മേ, നീയാണ് എൻ്റെ ഭാഗ്യം. നീയില്ലായിരുന്നെങ്കിൽ ഈ ഭൗമിക ജീവിതം ഈ എമ്മാനുവേലിനും എത്ര ശൂന്യമായിരുന്നു. സ്വർഗത്തിലെനിക്കൊരാബ, ഭൂമിയിലെനിക്കൊരമ്മ. സ്വർഗത്തിലെനിക്കൊരാബ, ഭൂമിയിലെനിക്കൊരമ്മ. അത് പറയാതെ പറയുമ്പം, കൊഞ്ചും മൊഴികളിലൂടെ മെല്ലെ മെല്ലെ അമ്മയെ നോക്കി പുഞ്ചിരിക്കുമ്പം ഉണ്ണിയുടെ ചുണ്ടിലൂടെ ഒരു അഭൗമ സ്വർഗീയ സൗന്ദര്യമൊഴുകി വരുന്നത് അമ്മ കണ്ട്. എൻ്റെ മണിമുത്തേ, എൻ്റെ വാവക്കുട്ട, കുസൃതിക്കുരുന്നേ എന്നൊക്കെ പറഞ്ഞ അമ്മ ഒരുപാട് ഒരുപാട് കുഞ്ഞിനെ വാരി എടുത്ത് ഉമ്മ വെച്ചു. അമ്മ
ഉണ്ണി പോലും എമ്മാനുവേൽ പോലും ആ അമ്മയുടെ കണ്ണുകളിൽ നോക്കാതിരുന്നിട്ടില്ല. ആ അമ്മയുടെ സ്നേഹത്തിൽ സന്തോഷിക്കാതിരുന്നില്ല. പിന്നെ നീയോ? ദാഹാർത്തരാകവേ തെളിനീർജലം വേണ്ടെന്നു വയ്ക്കുന്നതാരു മന്നിൽ. ദാഹാർത്തരാകവേ തെളിനീർജലം വേണ്ടെന്നു വയ്ക്കുന്നതാരു മന്നിൽ. ദേഹം തളരവേ സിദ്ധൌഷധം വേണ്ടെന്നു ചൊല്ലുന്നതാരു മന്നിൽ. ദേഹം തളരവേ സിദ്ധൌഷധം വേണ്ടെന്നു വയ്ക്കുന്നതാരു മന്നിൽ. ദാഹാർത്തരാകവേ തെളിനീർജലം വേണ്ടെന്നു വയ്ക്കുന്നതാരു മന്നിൽ. ദേഹം തളരവേ സിദ്ധൌഷധം, ദേഹം തളരവേ സിദ്ധൌഷധം വേണ്ടെന്നു വയ്ക്കുന്നതാരു മന്നിൽ. എന്തിനീ ജീവിതമരുഭൂവതിൽ മറിയമാം നിഴൽ വിട്ടു പോകണം നീ. എന്തിനീ ജീവിതമരുഭൂവതിൽ മറിയമാം നിഴൽ വിട്ടു പോകണം നീ. വെയിലത്തു തണൽ മരം കണ്ടെത്തുകിൽ വെറുതെ വെയിൽ കൊണ്ടു വാടണോ നീ. വെയിലത്തു തണൽ മരം കണ്ടെത്തുകിൽ വെറുതെ വെയിൽ കൊണ്ടു വാടണോ നീ. വെറുതെ വെയിൽ കൊണ്ടു വാടണോ നീ. വെറുതെ വെയിൽ കൊണ്ടു വാടണോ നീ. അതാ ഞാൻ പറഞ്ഞത്. ഉണ്ണി പോലും എമ്മാനുവേൽ പോലും അമ്മയെ മാറ്റി നിർത്തിയില്ല. മനസ്സിൻ്റെ മഴവില്ലായി അവൻ പോലും അമ്മയെ കരുതിയെങ്കിൽ ഈ സ്നേഹയാത്രയിൽ, സ്വർഗയാത്രയിൽ വെയിലേറ്റ് തളരുമ്പം സ്വർഗം തന്ന ഈ തണൽ മരത്തെ നീ എന്തിനു വേണ്ടെന്ന് വെക്കണം? കുഞ്ഞുവാവ വളരുകയാണ്, ഉണ്ണിവാവ വളരുകയാണ്. മറിയത്തിന് സത്യത്തിൽ മറ്റൊന്നിനും സമയമില്ലാണ്ടായിരിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കേന്ദ്രമായി ഉണ്ണി മാറിയിരിക്കുകയാണ്. ഉണ്ണി 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 എന്നൊരു ചിന്തയാൽ മറിയത്തിൻ്റെ മനസ്സ് സദാ ധ്യാനനിർഭരമാവുകയാണ്. സത്യത്തിൽ അമ്മ കന്യാമറിയത്തിൻ്റെ ജീവിതം മുഴുവൻ പൊന്നുണ്ണി മയമായി തീർന്നിരിക്കുകയാണ്. കുഞ്ഞ് വളർന്ന് 2-2.5 വയസ്സായി. ആദ്യമായി തുറന്ന് അമ്മയെ എന്ന് വിളിച്ചു. അപ്പോൾ സത്യത്തിൽ 1000 ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മറിയത്തെ ആകാശരഥത്തിലേക്ക് ഏറ്റിക്കൊണ്ടുപോയതുപോലെ മറിയത്തിന് തോന്നി. 1000 വെൺമേഘങ്ങൾ വന്ന് തൻ്റെ നെറുകയിൽ ചുംബിച്ചതുപോലെ മറിയത്തിന് തോന്നി. മറിയം മറ്റൊരാകാശത്തേക്ക് പറക്കുകയാണ്. എൻ്റെ ദൈവമേ, അബ്ബാ പിതാവേ, എനിക്ക് ഉണ്ണിയെ തന്ന നിനക്ക് നന്ദി, നിനക്ക് നന്ദി. അമ്മയുടെ ചുണ്ടിൽ നിന്ന് നന്ദി മാറിയിട്ടില്ല. അമ്മയുടെ മനസ്സിൽ നിന്നും സ്തോത്രം ഒരിക്കലും പോയില്ല. അമ്മയുടെ ഹൃദയം ആനന്ദം കൊണ്ട് സ്തുതിക്കുകയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. മറിയം ആകാശത്തിനും ഭൂമിക്കുമിടയിൽ നക്ഷത്രങ്ങളെ ചുറ്റിപ്പിടിച്ച് പാടുകയാണ്. 3-3.5 വയസ്സ്, 2-2.5 വയസ്സായി. അപ്പനും ഗമാലിയേലും അയൽക്കാരുമെല്ലാം വീട്ടിലേക്ക് വന്നു. കന്യേ മറിയമേ, നിൻ്റെ കുഞ്ഞിനെ ചോറൂട്ടണ്ടേ, ആഹാരമുട്ടണ്ടേ? ആദ്യമായി അവൻ്റെ വായിലേക്ക് മനുഷ്യൻ കഴിക്കുന്ന മനുഷ്യപുത്രൻ്റെ ആഹാരം വെച്ച് കൊടുക്കണ്ടേ? വലിയ ഉത്സവം പോലെ വീട്ടിൽ ആളുകളൊക്കെ ചേർന്നു. യൗസേപ്പും ഗമാലിയേലും ചേർന്നു 2 ബദാങ്കായും മുന്തിരിയും ഒലിവെണ്ണയിൽ അരച്ച് കുഴമ്പ് പോലെയാക്കി അമ്മകന്യാമറിയത്തിൻ്റെ കൊടുത്തു. അമ്മകന്യാമറിയം പറഞ്ഞു, ഞാനല്ല, അപ്പൻ്റെ സ്ഥാനത്ത് അങ്ങ് അത് ചെയ്യണം. യൗസേപ്പ് പിതാവിൻ്റെ കയ്യിലേക്ക് ആ തെൻകുഴമ്പ് വെച്ച് കൊടുത്തു. ഒലിവെണ്ണയ്ക്കകത്ത് അരച്ചെടുത്ത ബദാങ്കായും മുന്തിരിച്ചാറും ചേർത്ത ആ സ്നേഹക്കുഴമ്പ് അപ്പനും അമ്മയും ചേർന്ന് ഉണ്ണിയുടെ വായിലേക്ക് വെച്ച് കൊടുത്തപ്പം മനുഷ്യൻ്റെ നന്മയുടെയും മനുഷ്യ സാമീപ്യത്തിൻ്റെയും സ്നേഹക്കുഴമ്പ് മനുഷ്യപുത്രൻ ആഹരിച്ചു. പിന്നീട് മരിക്കും മുമ്പ് അവൻ പറഞ്ഞില്ലേ, ആ ഉണ്ണി വളർന്ന് വലുതായപ്പോൾ പറഞ്ഞില്ലേ, മനുഷ്യരെ, സ്നേഹന്മാരെ, എൻ്റെ പ്രാണമിത്രങ്ങളെ, നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഞാൻ എന്തുമാത്രം അഭിലഷിച്ചു വന്നു. സത്യത്തിൽ ആദ്യം അപ്പൻ്റെ കയ്യിൽ നിന്നും ആ സ്നേഹക്കുഴമ്പ് ഉണ്ണി നുകർന്നപ്പോൾ മനുഷ്യൻ്റെ സ്നേഹത്തിനും മനുഷ്യൻ്റെ നന്മയ്ക്കും മനുഷ്യൻ്റെ നല്ല വാക്കിനും മനുഷ്യൻ്റെ വാത്സല്യത്തിനുമെല്ലാം ഉണ്ണി വില വയ്ക്കുകയായിരുന്നു. മനുഷ്യൻ ഉണ്ണിക്ക് എന്നും പ്രിയപ്പെട്ടവനാണ്. മനുഷ്യപുത്രൻ അമൂല്യനാണ്.
നീ ബഹുമാന്യനും അമൂല്യനും പ്രിയങ്കരനുമാണ് എന്ന് യെശയ്യാ പറഞ്ഞതുപോലെ ഉണ്ണി ആദ്യം ആ സ്നേഹക്കുഴമ്പ് ഭക്ഷിച്ചപ്പം ഉണ്ണി ഒരു സത്യം പറഞ്ഞു. മനുഷ്യ, നീ തരുന്നത് ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്. മനുഷ്യ, നീ നൽകുന്നത് ദൈവത്തിന് നേർച്ചയാണ്. മനുഷ്യ, നിൻ്റെ മനസ്സിൽ നിന്ന് നീ കാഴ്ചവെക്കുന്നതൊക്കെ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടതാണ്. അമ്മ കന്യാമറിയവും യൗസേപ്പ് പിതാവും തൻ്റെ ഉണ്ണിമുത്തിൻ്റെ വായിലേക്ക് ആ സ്നേഹക്കുഴമ്പ്, മനുഷ്യൻ്റെ കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെ ഫലമായ ബദാങ്കായും മുന്തിരിച്ചാറും ഒലിവെണ്ണയും ചേർത്ത് കൊടുത്തപ്പം സ്വർഗം ആ കാഴ്ച കണ്ട് സന്തോഷിച്ചു. ഉണ്ണി വളരുക. പിതാവ് കൈനീട്ടി പറഞ്ഞു, ഉണ്ണി വളരുക, ആകാശത്തോളം വളരുക, മനുഷ്യരെ മുഴുവൻ നെഞ്ചകത്തേക്ക് ചേർക്കാൻ തക്ക വിശാല ഹൃദയമുള്ള, പ്രപഞ്ചം പോലെ വിശാലതയുള്ളൊരു ഹൃദയമായി എൻ്റെ ഉണ്ണിവാവേ വളരുക. ആകാശത്താപാപിതാവിൻ്റെ കരം നീണ്ടു. നക്ഷത്രങ്ങൾക്കിടയിൽ റൂഹ പറന്നു. അതിമനോഹരവും വിശ്വസ്തവും ദൈവികവുമായ ആ ദൈവിക കാഴ്ച കണ്ട് മാലാഖമാർ സ്വർഗീയ വീണകൾ നീട്ടിപ്പാടി. എന്തിന് ഉണ്ണിക്ക് ദൈവം കൊടുത്ത ഈ മരിയ തണൽ നീ വേണ്ട എന്ന് വയ്ക്കുന്നു? എന്തിന്? കുളിരേറ്റു തളരവേ ചെറുതീക്കനൽ ചൂടിനെ തള്ളുന്നതാരു മഞ്ഞിൽ. കുളിരേറ്റു ചുരളവേ ചെറുതീക്കനൽ ചൂടിനെ തള്ളുന്നതാരു മഞ്ഞിൽ. വരളുന്ന നാവിലേക്കൊഴുകും മധു മതിയെന്ന് പറയുന്നതാരു മഞ്ഞിൽ. വരളുന്ന നാവിലേക്കൊഴുകും മധു മതിയെന്ന് പറയുന്നതാരു മഞ്ഞിൽ. കുളിരേറ്റു ചുരളവേ ചെറുതീക്കനൽ ചൂടിനെ തള്ളുന്നതാരു മഞ്ഞിൽ. വരളുന്ന നാവിലേക്കൊഴുകും മധു മതിയെന്നു പറയുന്നതാരു മഞ്ഞിൽ. വരളുന്ന നാവിലേക്കൊഴുകും മധു മതിയെന്നു പറയുന്നതാരു മഞ്ഞിൽ. എന്തിനീ ജീവിത മരുഭൂവതിൽ മറിയമാം തണൽ വിട്ടു പോകണം നീ. വെയിലെത്തു തണൽ മരം കണ്ടെത്തുകിൽ വെറുതെ വെയിൽ കൊണ്ടുവാടണോ നീ. വെയിലെത്തു തണൽ മരം കണ്ടെത്തുകിൽ വെറുതെ വെയിൽ കൊണ്ടുവാടണോ നീ. വെറുതെ വെയിൽ കൊണ്ട് വാടണോ നീ. ഈ ചോദ്യം ഇന്ന് നാം ആവർത്തിച്ച് ചോദിക്കുന്നത് അന്തരാത്മാവിൽ ഒരു പുതിയ കാഹളം ഉണരാൻ വേണ്ടിയിട്ടാണ്. നീ തിരിച്ചറിയണം, സ്വർഗം ഭൂമിക്ക് നൽകിയ ഈ മനുഷ്യ സ്നേഹ പൂമരത്തിൻ്റെ തണൽ വിട്ട് ഏതാശയത്തിലാണ് നീ മുറുകെ പിടിച്ചിരിക്കുന്നത്? ഏത് അബദ്ധ സിദ്ധാന്തമാണ് നിൻ്റെ ചങ്കിലുള്ളത്? ആരാണ് നിന്നെ വഴിതെറ്റിച്ചത്? ബൈബിളിൻ്റെ വഴിത്താരിയിൽ പൂത്തു നിൽക്കുന്ന സത്യത്തിൻ്റെ ഈ ദൈവശാസ്ത്രത്തിന് വിരുദ്ധമായി ഏത് ദൂതനാണ് നിന്നോട് സംസാരിച്ചത്? ഏത് സുവിശേഷമാണ് നീ പ്രസംഗിക്കുന്നത്? ത്രൂ മേരി ടു ജീസസ്. ദൈവം കൽപ്പിച്ച ഈ മധുര മനോഹരമായ വഴിക്കപ്പുറം ഒരു സ്വർഗീയ സിയോൻ വഴിയില്ല എന്ന് നീ തിരിച്ചറിയണം. പുത്തൻ പെന്തക്കോസ്തയുടെ സന്ദേശം അതാണ്. ഉണ്ണിവാവ പിച്ച് നടക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് വലിയ സന്തോഷമായി. കൊഞ്ചി സംസാരിക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് വലിയ ആനന്ദമായി. ഉണ്ണി ഈ ഗലീലിയയുടെ നടപടികൾ മുഴുവൻ നടന്ന് അനേകരെ തേടേണ്ടവനാണ് നീ. നിൻ്റെ കൊഞ്ചും മൊഴിയുടെ മധുരവചസ്സുകളാൽ അനേകരുടെ ഹൃദയത്തിൽ ആനന്ദത്തിൻ്റെ വർഷം ചൊരിയേണ്ടവനാണ് നീ. ഉണ്ണി വളർന്നാട്ടെ, ആകാശം മുട്ട വളർന്നാട്ടെ. അമ്മയ്ക്ക് വലിയ സന്തോഷമായി. അങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ് ഉണ്ണിവാവ ഒരിക്കൽ അമ്മയുടെ നീല മേലങ്കിയെ ചുറ്റിപ്പിടിച്ചിട്ട് പറഞ്ഞു, അമ്മേ എനിക്കൊരു മുന്തിരിയട വേണം. അമ്മ പൊട്ടി ചിരിച്ചു. നിന്നോട് ആരിതൊക്കെ പറഞ്ഞു തന്ന്? ആരാ ഈ മുന്തിരിയുടെയും അത്തയുടെയൊക്കെ നിനക്ക് പഠിപ്പിച്ചു തന്നത്? ഉണ്ണി പറഞ്ഞു, കൊഞ്ചുന്ന മൊഴിയോടെ പറഞ്ഞു, ഇന്നലെ അമ്മയുടെ മുമ്പിൽ കൈനീട്ടി വന്ന പാവങ്ങൾക്ക് അമ്മ നല്ല മുന്തിരിയട കൊടുത്തു എന്ന് അവർ പറഞ്ഞുകൊണ്ട് പോകുന്നത് ഞാൻ കേട്ടു. അമ്മ പെട്ടെന്ന് ഓർത്തു, അതെ ഇന്നലെ തൻ്റെ മുമ്പിൽ കരഞ്ഞ് കൈനീട്ടിയ ഏതാനും പാവങ്ങൾക്ക്, മുടന്തരും കുഷ്ഠരോഗികളുമായ 1-2 പേർക്ക് അപ്പന് വെച്ചിരുന്ന 2-3 മുന്തിരിയുടെയും അത്തിയുടെയും ഒക്കെ എടുത്തു കൊടുത്തത് മറിയം അപ്പോൾ ഓർത്തു. അവർ പറഞ്ഞുകൊണ്ട് പോയത്രേ അതിവിശിഷ്ടമാണെന്ന്. ഉണ്ണി കൈനീട്ടി നിൽക്കുകയാണ്. അമ്മേ,
ഒരു അത്തിയുടെയോ മുന്തിരിയുടെയോ തരാതെ ഉണ്ണി പോവില്ല. ഉണ്ണിയുടെ വാശി, ഉണ്ണിയുടെ സ്നേഹം, ഉണ്ണിയുടെ കൊതി, ഉണ്ണിയുടെ മനുഷ്യത്വം എല്ലാം കണ്ട് അമ്മ ആകാശത്തേക്ക് ഉയർന്നു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉണ്ണി ബഹളമിക്കാതെ ഉണ്ണി, അമ്മ നിനക്ക് ഉണ്ടാക്കി തരാം. അമ്മയെ വിട്ടുണ്ണി പോവില്ല. ഉണ്ടാക്കി തരുവോളം കൂടെ നിൽക്കുകയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നു, എങ്ങനെ കുഴയ്ക്കുന്നു, എന്ത് ചേർക്കുന്നു, എന്താണ് കൂട്ട്, എല്ലാം ഉണ്ണിക്കറിയണം. നന്നായി പൊടിച്ച് വറുത്ത യൂദയ മാവിൽ പഴുത്ത ചമന്ന അത്തിപ്പഴങ്ങളും ജീരകവും ചേർത്ത് അത്തിയറയിൽ പൊതിഞ്ഞ് ആവി കയറ്റി ഉണ്ടാക്കിയ അത്തിയട ഉണ്ണിക്ക് വേണ്ടി അമ്മ ഉണ്ടാക്കി കൊടുത്തു. ചൂടുള്ള അത്തിയട മനുഷ്യപുത്രൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പം മനുഷ്യന് സ്വർഗത്തിന് വേണ്ടി ചെയ്യാവുന്ന ഏതോ വലിയ കാര്യം ചെയ്തതുപോലെ മറിയം നിന്നു. ഉണ്ണിയുടെ നനുത്ത കൈകളിൽ ചെറു ചൂടോടെ ഒരു അത്തിയട ഉണ്ടാക്കി വെച്ചപ്പം മനുഷ്യന് ദൈവത്തിന് വേണ്ടി ചെയ്യാവുന്ന ഏതോ വലിയ കാര്യം ചെയ്ത ആനന്ദത്തിൽ മറിയം ഉണ്ണിയുടെ മുമ്പിൽ അറിയാതെ കൈകൂപ്പി. കണ്ടില്ലേ കൺമണിയെ കന്യകപ്പെണ്ണ് വളർത്തിയത്, മനസ്സിൻ്റെ മടിത്തട്ടിൽ ഓമനിച്ചത്, സ്നേഹത്തൊട്ടിലിൽ താരാട്ട് പാടിയത്. ഇതൊരു വലിയ സൂചനയാണ്. നീയും അമ്മ കന്യക മറിയം ഉണ്ണിയെ വളർത്തിയതുപോലെ ഉണ്ണിയെപ്പോഴും കരുതലോടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണം. അങ്ങനെ അല്ലാതെ ജീവിതത്തിന് അർത്ഥമില്ല. മറിയമെന്ന മഹാദീവ്യ രഹസ്യം ഇന്നത് വീണ്ടും പഠിപ്പിക്കുകയാണ്. മറിയമെന്ന മഹാസ്നേഹമരം ഇന്ന് ഈ ദിവ്യരഹസ്യത്തിൻ്റെ ചുരുൾ അഴിക്കുകയാണ്. മറിയമേ, സ്നേഹ റോസാപ്പൂവേ, ദിവ്യരഹസ്യമേ, നിന്നോട് ചേർന്ന് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ കാണാനും പഠിക്കാനും ഞാനും അണിചേരുന്നു. ദിവ്യരഹസ്യമേ മാതാവേ, പൊന്നുഷസിൻ പുഞ്ചിരിയാം റോജാപ്പൂവേ, ദിവ്യരഹസ്യമേ മാതാവേ, പൊന്നുഷസിൻ പുഞ്ചിരിയാം റോജാപ്പൂവേ. അമ്മയുടെ കരങ്ങളിൽ പിടിച്ച് നമുക്ക് മിശിഹ എന്ന സ്നേഹരഹസ്യ തടാകത്തിലേക്ക് ഇറങ്ങാം. മനസ്സേ, മനുഷ്യ, നീ നിൽക്ക്. ദിവ്യരഹസ്യം പറഞ്ഞു തരാൻ നിന്റെ അരികത്തൊരരിപ്രാവ് പോലെ നിൽക്കുന്ന മറിയത്തെ ഒന്ന് നോക്ക്. അമ്മ പറഞ്ഞു തരുന്ന ഇതാണ്: ഞാൻ എൻ്റെ നെഞ്ചത്തും ഹൃദയത്തിലും ചേർത്ത് എൻ്റെ ഉണ്ണിയെ വളർത്തിയതുപോലെ മറ്റൊരിടത്തും മാറ്റിവെക്കാതെ, ഒരു നിമിഷം പോലും മറന്നു പോകാതെ ജീവിതത്തിൻ്റെ നേർവഴിയിൽ ചേർത്ത് വെച്ച സുഗന്ധമായിരുന്നു എനിക്ക് എൻ്റെ ഉണ്ണിയെങ്കിൽ നിനക്കും എപ്പോഴും മരണം വരെ, കബറിടത്തിൽ വരെ, അന്ത്യശ്വാസം വരെ ഉണ്ണി നിൻ്റെ നെഞ്ചോട് ചേർന്നുണ്ടാകണം. ഹൃദയത്തിൻ്റെ സുഗന്ധമായിരിക്കണം, മനസ്സിൻ്റെ മഴവില്ലായിരിക്കണം. ഉണ്ണിയെ വിട്ട് നിനക്കൊരു ജീവിതമില്ല. ഉണ്ണിയെ മറന്നൊരു ജീവിതത്തിൻ്റെ പന്ഥാവില്ല, വഴിത്താരയില്ല, സ്വപ്നമില്ല, ദർശനമില്ല. നീയും ഉണ്ണിയും ചേർന്ന് സംഗമിക്കുന്ന സ്നേഹസുഗന്ധമാണ് ജീവിതം, സ്നേഹസംഗമമാണ് ജീവിതം. ഈ ദിവ്യരഹസ്യം മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് വീണ്ടും നാം കാണും വരേക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അതുവരെ മറിയത്തിൻ്റെ പ്രാർത്ഥന സുഗന്ധധൂപം പോലെ നിന്നെയും എന്നെയും പ്രസാദിപ്പിക്കട്ടെ, പ്രകാശിപ്പിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തിന് മഹാമഹത്വം.